ശരി, ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് പല ജില്ലകളിലെയും നദികളിൽ ഉണ്ടാകുന്നത്. പമ്പാ നദിയിലും ജലനിരപ്പ് ഉയരുക തന്നെയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് വെള്ളം കയറിയിട്ടുണ്ട്. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ? ഏതാണ്ട് ആ പ്രദേശത്തൊക്കെ മുട്ടപ്പം വെള്ളമുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. മധു, ആറന്മുള ക്ഷേത്രത്തിന്റെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണുള്ളത്. ഇവിടെ മുട്ടോളം വെള്ളം എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴും വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് ഇരച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയോടുകൂടി ഈ വെള്ളത്തിന്റെ അളവ് ഇനിയും കൂടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകളൊക്കെ തന്നെ വഞ്ചിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രമാത്രം വെള്ളത്തിന്റെ ഇരച്ചുകയറ്റം ഇങ്ങോട്ടുണ്ട്. 2018 പ്രളയ സമയത്താണ് മുമ്പ് ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ ഈ തെക്കേ നട ഏറെക്കുറെ വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞു. വെള്ളം മൂടിക്കഴിഞ്ഞു. മുട്ടറ്റം വെള്ളം ഇപ്പോഴുണ്ട്. വെള്ളം ഓരോ നിമിഷത്തിലും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വഞ്ചിയൊക്കെയായി ഇറങ്ങി തുടങ്ങി. ചേട്ടാ, ഈ 2018 നമ്മൾ ഇതേപോലെ വഞ്ചി ഇറക്കിയത്. ഇപ്പോൾ ആ സാഹചര്യം തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ ഇറക്കുന്നത് വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടാനുള്ള സാധ്യത എന്താ തോന്നുന്നത്? കിഴക്ക് ഭാഗത്ത് അറിഞ്ഞത് വെള്ളം കുറച്ചുകൂടെ കളരുമെന്നാ. നമ്മൾ ഈ കണ്ടൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പ്രശ്നമല്ല, വെള്ളത്തിന്റെ വരവനുസരിച്ച് കണ്ടം നികന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കളന്നു കഴിഞ്ഞാൽ വെള്ളം വരവ് നിലച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാനൊക്കത്തുള്ളൂ. മഴയില്ലാത്തൊരു ആശ്വാസം. ഇവിടെ മഴ പെയ്തത് കൊണ്ട് പ്രയോജനം. കിഴക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പിന്നെയും കളരും. എന്തായാലും മഴ ഒരു പ്രധാന ഘടകമാണ് മധു. ഈ ശബരിമല വനമേഖലയിൽ ഉൾപ്പെടെ മഴ പെയ്താൽ ഈ പമ്പാ നദിയിലെ ജലനിരപ്പ് ഇനിയും ഉയരും. ഇവിടെ ആറന്മുള പരിസരത്ത് പത്തനംതിട്ട ജില്ലയിൽ പൊതുവിൽ ഈ ഭാഗത്തൊക്കെ തന്നെ മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഈ ജലനിരപ്പിനെ ഇല്ലെങ്കിൽ ഈ ജലത്തിൻ്റെ വരവിനെ സ്വാധീനിക്കില്ല. കാരണം വനത്തിലെ മഴ, നദി വരുന്ന ഭാഗങ്ങളിലെ മഴയൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഒരു പ്രളയ സമാന സാഹചര്യം തന്നെ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ സത്രക്കടവ് ഭാഗത്തു നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ സത്രക്കടവ് ഭാഗത്തു നിന്ന് പമ്പാ നദി കരകവിഞ്ഞുകൊണ്ടുള്ള വെള്ളമാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒലിച്ചു വരുന്നത്. ഈ മുട്ടിനപ്പുറത്തേക്ക് വെള്ളം കയറും. അങ്ങോട്ടിങ്ങനെ പോകുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും വെള്ളമാണ്. ഈ പമ്പാ നദി ഇങ്ങനെ ഇരച്ചു കയറി വരികയാണ്. മുമ്പ് 2018 ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ വീണ്ടും ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് പത്തനംതിട്ട കിടക്കുകയാണ്. ഈ ആറന്മുളയിൽ മാത്രമല്ല, റാന്നിയിലും സമാന സാഹചര്യമുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ജനജീവിതം വലിയ പ്രതിസന്ധിയിലും ആശങ്കയിലുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പും മറ്റും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള സംവിധാനമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ, ആറന്മുളക്കാർ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള വള്ളങ്ങളൊക്കെയായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആറന്മുള വള്ളസദ്യ ഇന്ന് ആചാരപ്രകാരം മാത്രമേ നടത്തൂ. ഈ പമ്പാ നദിയിലൂടെ വള്ളത്തിലെത്തിയുള്ള ഒരു വള്ളസദ്യ ഇന്ന് ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ വെള്ളത്തിൻ്റെ അളവ് ഓരോ നിമിഷവും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും വനമേഖലയിൽ മഴയുണ്ട്, ജനവാസ മേഖലയിൽ മഴ കുറവാണ്. വനമേഖലയിലെ മഴയുടെ തോത് തുടരുകയാണെങ്കിൽ വെള്ളത്തിന്റെ നിരപ്പ് ഇനിയും ഉയരും. എന്തായാലും നദിയിൽ ഇറങ്ങുന്നതിനും നദി മുറിച്ചു കിടക്കുന്നതിനും ഒക്കെ തന്നെ നിയന്ത്രണമുണ്ട്. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ ഇറങ്ങരുതെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനോടകം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആശങ്കയുള്ള സാഹചര്യത്തിലൂടെയാണ് പത്തനംതിട്ട പോകുന്നത്. ആറന്മുള ക്ഷേത്രത്തിന്റെ പരിസരം ഏറെക്കുറെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. തെക്കേ നട ഏറെക്കുറെ വെള്ളം അതിന്റെ ആധിപത്യം ഇതാക്കി കഴിഞ്ഞു. ഒരു നദിക്ക് സമാനമായ അവസ്ഥ ഈ തെക്കേ നട ഭാഗത്തുണ്ടായി. വീടുകളിലേക്കൊക്കെ ഏത് നിമിഷവും വെള്ളം കയറാവുന്ന അവസ്ഥയാണ്. ഈ കടകൾക്ക് മുമ്പിൽ ഉൾപ്പെടെ ഇതിനോടകം തന്നെ ഈ വെള്ളം എത്തിക്കഴിഞ്ഞു. എന്തായാലും ആളുകൾ ജാഗ്രത പാലിക്കണം. അനാവശ്യമായി വെള്ളത്തിൽ ഉൾപ്പെടെ ഇറങ്ങരുതെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. എന്തായാലും വലിയ തോതിലുള്ള ഒരു ജലത്തിൻ്റെ സാന്നിധ്യം, വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ ഇവിടെയുണ്ട്. ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്ക ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടാ, ഈ 18 ശേഷം ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വെള്ളം വരുന്നത്? ആദ്യമായിട്ട് ഏകദേശം വയനാട്ടിലെ വെള്ളപ്പൊക്കം തന്നെയാണ്. കാരണം ഈ കണ്ടത്തിലൊന്നും അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം വയനാട്ടിനെക്കാട്ടും കൂടുതൽ വെള്ളമായിരുന്നു. കണ്ടത്തിലും വന്നിരുന്നെങ്കിൽ മൊത്തം അറിയുമായിരുന്നു. അത് അറിയാമായിരുന്നു. വയനാട്ടിലെ വെള്ളക്കത്തിനെക്കാട്ടും വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ഇനി എന്താ തോന്നുന്നത്? കൂടുമോ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ഭൂമിശാസ്ത്ര കൂടെ കൂടുമെന്നാണ് പറയുന്നത്. റാന്നിയിലെ ഇപ്പം താഴ്ചയാണെന്ന്, റാന്നിയിൽ നിന്ന് താഴ്ന്നു വന്ന് ഇവിടെ കണ്ടു. റാന്നിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഇങ്ങോട്ട് വരും. എന്തായാലും ജാഗ്രത പാലിക്കണമല്ലേ? എന്തായാലും അതാണ് പറയുന്നത്. റാന്നിയിൽ വെള്ളം താഴ്ന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ആറന്മുളയിൽ പൊങ്ങും. കാരണം പമ്പാ നദി ആ വഴി ഇങ്ങനെ ഒഴുകി കടലിൽ ചേരേണ്ടതാണ്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കയാണ് മധു ഉണ്ടാകുന്നത്. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഓരോ സമയം കഴിയുമ്പോഴും കൂടുകയാണ് എന്നുള്ളതാണ്. അവിടെ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും പുഴയിലേക്ക് വെള്ളം എത്തുന്ന ഇടങ്ങളിൽ മഴ തുടരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2018 സമാനമായ സാഹചര്യമാണ് എന്നുള്ളതാണ്. 500ഓളം കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളൊക്കെ വ്യക്തമാക്കുന്നത്.